പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് ബോർഡിന്റെ മറവിൽ ഈ കള്ളന്മാരുണ്ടാക്കിയത് കോടിക്കണക്കിന് പണമാണ്. പടച്ചവന്റെ പേരിലാണ്, പടച്ചവന് വേണ്ടിയാണ്, പരലോക പ്രീതിക്ക് വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ്, ഖബറിൽ ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരിൽ നിന്നും വസ്തുക്കളും അതുപോലെ പണവും സ്ഥാപനങ്ങളും ഒക്കെ സ്വന്തമാക്കിയിട്ട് ഇവരിത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് പോലെ മോഹവിലയ്ക്ക് മറ്റുള്ളവർക്ക് വിൽക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോഴിതാ ഇവരുടെ കോടിക്കണക്കിന് പണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവര് സാധാരണക്കാരനെ പറ്റിച്ച, പടച്ചവനെ പറ്റിച്ച, പടപ്പുകളെ പറ്റിച്ച, ഈ ഇസ്ലാമിക സ്ഥാപനത്തിന് വേണ്ടിയാണ്, പടച്ചവന്റെ പ്രീതിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചെടുത്തതും തട്ടിച്ചെടുത്തതും എല്ലാം ഒരു നാണയമില്ലാതെ കോടതിയിൽ കെട്ടിവെക്കേണ്ടുന്ന ഗതികേടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് സാധാരണക്കാരന്റെ സമ്പത്ത് വീണ്ടും കൊള്ളയടിക്കാൻ വഖഫ് വഖഫ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഈ കൊള്ളയടി സംഘത്തിന് ഒരുപാട് ബോർഡുകൾ ഉണ്ടാക്കി കൊടുത്ത് കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയും അക്രമവും എന്താണ് എന്ന് ഇന്നെങ്കിലും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വഖഫ് ഒരു കാരണമായല്ലോ. എല്ലാം നല്ലതിനാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഡൽഹി വഖഫ് ബോർഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ AAP MLA അമാനത്തുള്ള ഖാൻ ഡൽഹി ഹൈക്കോടതി വ്യാഴാഴ്ച നോട്ടീസ് അയച്ചിട്ടുണ്ട്. അമാനത്തുള്ള ഖാനെതിരെ സമർപ്പിച്ച കുറ്റപത്രം വിചാരണ കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചതിനെ ചോദ്യം ചെയ്ത് ED സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് വികാസ് മഹാജന്റെ ബെഞ്ച്. EDയുടെ ഹർജിയിൽ മറുപടി നൽകാൻ അമാനത്തുള്ള ഖാനോട് ആവശ്യപ്പെട്ട ജസ്റ്റിസ് മഹാജന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മാർച്ച് 21 വരെ നടപടികൾ മാറ്റിവെക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ 14 കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസി അമാനത്തുള്ള ഖാനെതിരെ സമർപ്പിച്ച പ്രോസിക്യൂഷൻ പരാതി പരിഗണിക്കാൻ റൌസ് അവന്യൂ കോടതി വിസമ്മതിച്ചു. വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അഥവാ PMLA നടപടിയെടുക്കാൻ മതിയായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും നിയമപ്രകാരമുള്ള ആവശ്യമായിട്ടുള്ള അനുമതി നേടാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഖാനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് ഉത്തരവിട്ടു. അമാനത്തുള്ള ഖാൻ ഡൽഹി വഖഫ് ബോർഡിന്റെ തലവനായിരുന്ന കാലത്ത് ജീവനക്കാരെ തെറ്റായി നിയമിച്ചതും സ്വത്തുക്കൾ പാട്ടത്തിന് നൽകിയതായും ഒക്കെ ആരോപിക്കപ്പെടുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ED ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. തെക്കൻ ഡൽഹിയിലെ ഓഖ്ല പ്രദേശത്തെ നിയമസഭാ അംഗമായ ഖാന്റെ വീട്ടിൽ ED പരിശോധന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഖാൻ അറസ്റ്റിലായത്. ഓഖ്ലയിൽ MLA 35 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്ത് വാങ്ങിയതായി ഏജൻസി ആരോപിച്ചു. അഴിമതി പണം ഉപയോഗിച്ച് സഹായികളുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിയതായും MLAക്കെതിരെ ആരോപണമുണ്ട്. ഇയാൾക്കെതിരെ CBI പ്രത്യേക അഴിമതി കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെ അന്നത്തെ ചെയർമാനായിരുന്ന ഖാനെതിരെ 2016 നവംബറിൽ ഒരു പരാതി ഫയൽ ചെയ്തപ്പോഴാണ് കേസ് ആരംഭിച്ചത്. ബോർഡിലെ വിവിധ അംഗീകൃതവും അല്ലാത്തതുമായ സ്ഥാപനങ്ങളിലേക്ക് നിയമവിരുദ്ധമായിട്ടുള്ള നിയമനങ്ങൾ നടത്തിയതായി പരാതിയിൽ ആരോപിക്കുന്നു. CBI അന്വേഷണത്തിൽ ഖാൻ തന്റെ അടുത്ത സുഹൃത്തുക്കളെ നിയമിക്കുന്നതിനുള്ള നിയമനങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് CBI ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീടാണ് അത് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന് വേണ്ടി ED ഉപയോഗിച്ചത്. സാധാരണക്കാരന്റെ പണം, അവരുടെ സമ്പത്തൊക്കെ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി കൃത്യമായ രൂപത്തിൽ സമ്പത്ത് ഇവര് കൊള്ളയടിക്കുകയും തലമുറകളോളം ഇവരുടെ മക്കൾക്ക് വെച്ച് അനുഭവിക്കാനുള്ള സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ബോർഡുകൾ ഉണ്ടാക്കി പടച്ചവന്റെ പ്രീതിക്കെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് AAP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവർക്ക് കള്ളപ്പണത്തിന് വേണ്ടി, കള്ളപ്പണം വെളുപ്പിക്കാനും കോടാനുകോടി പണം ഉണ്ടാക്കി വെക്കാനുമുള്ള ഒരു മീഡിയയും. ഇത് മാത്രമല്ല പറയാനുള്ളത്. നമുക്കറിയാം, ഹമാസ് നേതാക്കളുടെ തലകൾ മുഴുവനും അരിഞ്ഞെടുത്ത് ഒരു ട്രോളിക്കകത്ത് വെച്ച് യാത്ര ചെയ്യുകയായിരുന്നു നെതന്യാഹു. എന്തിനാണ്? ഒരു കാര്യവുമില്ലാതെ അവരെ കയറി ചൊറിയാൻ പോയതാ. ഒരു തുരങ്കത്തിനകത്തുനിന്ന് ഹമാസ് നേതാവായ യഹിയ സിൻവാർ പോകുവാണ്. തലയിൽ വലിയ കെട്ട് നോട്ടുകൾ, 2 ബാഗുകൾ നിറച്ചും, ക്യാരി ബാഗുകൾ നിറയെ നോട്ടുകൾ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ചെറുകുട്ടികളുണ്ട് കൂടെ. സമാധാനമുണ്ടോടോ നിനക്കൊക്കെ? ഈ പണം ഏതാ? വാപ്പ ഉപ്പാപ്പമാർ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? തായ് വഴി കിട്ടിയ സമ്പത്താണോ? അല്ല. പലസ്തീൻ ജനതയുടെ സങ്കടം കണ്ട്, വിഷമം കണ്ട്, അവരുടെ ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളും കണ്ടിട്ട് അവർക്ക് ചികിത്സിക്കാനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാനും അന്നം തിന്നാനും നല്ലതുപോലെ വസ്ത്രം ധരിക്കാനും മനസമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള മനസാക്ഷിയുള്ള മനുഷ്യർ ഇവർക്ക് കൊടുത്തതാ. അതൊക്കെ ഇവർ വെച്ച് അനുഭവിക്കുക. യഹിയ സിൻവാറിന്റെ ഭാര്യ ഉപയോഗിച്ച ബാഗിന്റെ ലക്ഷം എത്രയാ? 27 ലക്ഷം രൂപ വിലയുള്ള ബാഗ്. അതിനകത്തുള്ള ലക്ഷങ്ങൾ എത്രയാ? അപ്പൊ മതം ഇവർക്ക് എപ്പോഴും ആളെ പറ്റിക്കാനുള്ള മറ മാത്രമാണ്. 1970കളിൽ സ്വന്തമായ ഒരു സൈക്കിള് പോലും ഇല്ലാത്ത AP കാന്തപുരം ഇന്ന് കോടികളുടെ അധിപനാ.
കോടികളല്ല, ബില്യൺ കണക്കിന് പണമാണ് വന്നു കയറുന്നത്. ഗ്രാൻഡ് മുഫ്തി എന്ന പദവിയും കിട്ടി. ആലോചിക്കണം. ഇപ്പോൾ നോളജ് സിറ്റി ഉയരുന്നു. ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഈ രാജ്യത്ത് വച്ച് പുലർത്തുന്ന ഗ്രാൻഡ് മുഫ്തി പദവി. ഇവർക്ക് ഈ മതം പലതിനുമുള്ള മറയാണ്. ഹജ്ജിന് പോകുമ്പോൾ ഇവരുണ്ടാക്കുന്ന പണം എത്ര? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ നിന്ന് എന്തായിരുന്നു ഇവിടെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഉസ്താദ് ഒരു 116 ആളുകളെ കൊണ്ടുപോയതാണ് ഉംറ വിസയ്ക്ക് കൊണ്ടുപോയതാണ്. ഓരോരുത്തരിൽ നിന്നും 60 ലക്ഷം രൂപ വീതം 60,000 രൂപ വീതം വാങ്ങിയിട്ടാണ് കൊണ്ടുപോകുന്നത്. 60 ലക്ഷം അല്ലാട്ടോ. എന്നിട്ട് ഈ പാവത്തങ്ങളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് ടിക്കറ്റ് എടുക്കാനെന്ന് പറഞ്ഞു പോയി. ആള് മുങ്ങി. ഒടുവിൽ എംബസി ഇടപെടുന്നു. ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ട് അവരെ പല കണക്റ്റഡ് ഫ്ലൈറ്റുകളിലൊക്കെ ആയിട്ടാണ് എത്തിച്ചത്. അതിനകത്ത് കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, രോഗികളുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, എല്ലാ ആളുകളും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇവർക്ക് മതം ഇവർക്ക് പറ്റിപ്പിനും തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ വേണ്ടി മാത്രമുള്ള ഒരു മറയാക്കിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പോ വഖഫ് നമുക്കറിയാം, പല നാടുകളിലെയും പ്രധാനപ്പെട്ട ഭൂമികൾ ഇവർ പിടിച്ചെടുക്കുന്നു. ഒരു ഭൂമി ഇവർ നോക്കുന്നു, ശരി ഇത് ഞങ്ങൾക്ക്. പിന്നീട് ഇത് തെളിയിക്കേണ്ടത് ആരാ? ഈ ആരോപിക്കപ്പെടുന്ന വ്യക്തിയാ. അവരുടെ മാതാപിതാക്കൾ, അവരുടെ പൂർവികർ, അവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോൾ ഇത് വഖഫ് ബോർഡിൻ്റെതാണെന്ന്. എന്താണ് വഖഫ്? പടച്ചവന്റെ മാർഗത്തിൽ, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി, പരലോക ശിക്ഷയിൽ നിന്ന് മോചിതരാകുന്നതിന് വേണ്ടി, ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ ദാനം ചെയ്യുന്ന ഭൂമി. അതിനകത്ത് ഇവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, ഇവര് മറുവിലയ്ക്ക് വിൽക്കുന്നു, കോടിക്കണക്കിന് പണത്തിന് ഇവർ വിൽക്കുന്നു. പടച്ചവന് വേണ്ടി ദാനം ചെയ്യുന്ന ഒരു സമ്പത്ത് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഒക്കെ ഫോട്ടോകളൊക്കെ പതിപ്പിക്കേണ്ട ആധാരത്തില് പടച്ചവന്റെ ഫോട്ടോയ്ക്ക് പകരം ഇവർ ആരുടെ ഫോട്ടോയോ പതിപ്പിക്കുക? വഖഫ് ബോർഡിന്റെയോ? അപ്പൊ ഇത് വഖഫ് ബോർഡിന്റേതായില്ലേ? ഇവർക്ക് ഇത് വിൽക്കാമല്ലോ. അപ്പൊ ഇങ്ങനെ മതമേലധ്യക്ഷന്മാരുണ്ടാക്കിയിട്ടുള്ളത്ര സമ്പത്ത് ലോകത്തൊരാളും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഈ ഹമാസ് നേതാക്കന്മാരുടെ ചരിത്രവും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കേരളത്തിൽ ഒരുത്തനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നല്ലോ ഖാലിദ് മിഷേൽ. അവന്റെ സമ്പത്ത് എത്രയാ? ഇസ്രായേൽ തലയെടുത്ത് തലയില്ലാത്ത ഉടലുകൾക്ക് എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് പണം വെച്ചിട്ട് അനുഭവിക്കാൻ പറ്റുന്നത്? എന്നാലും ഇവർക്ക് ആരാന്റെ സമ്പത്തിനോട് വല്ലാത്ത ഭ്രമമാണ്. അധ്വാനിച്ച് ജീവിക്കാൻ വയ്യ. എല്ലാ കാലഘട്ടത്തിലും ആരാനോട് തെണ്ടി മാത്രം പലസ്തീൻ ജനതയുടെ കണ്ണീര് കാണിച്ച് തെണ്ടുവാണ്. ചുമന്ന ചായം തേച്ച് ചെറിയ ഡോളുകളൊക്കെ ഉണ്ടാക്കി കുട്ടികളാണ് എന്ന് കാണിച്ച് അതിനെ വെച്ചിട്ട് പടച്ചവനോട് കരയുക. സ്വന്തം കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുഞ്ഞു മരിച്ചു എന്ന രൂപത്തിൽ പ്രതിമകൾ ഉണ്ടാക്കി അതിനകത്ത് ചുമന്ന ചായം പൂശി അതിന്റെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് വീഡിയോ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് ആ വീഡിയോ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം വെച്ചിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ഈ നേതാക്കൾക്ക് ഒരു ദിവസം ഒരു നേരം കുടുംബത്തോടൊപ്പം മനസ്സമാധാനത്തോടു കൂടി ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം ഇസ്രായേൽ ഇവരുടെ തലയെടുക്കാൻ കാത്തു നിൽക്കുക. പക്ഷെ ഇവർ ഖത്തറിലും ഈജിപ്തിലും ഇറാനിലുമൊക്കെ സുഖസുന്ദരമായി ആർമാദിച്ച് ജീവിച്ച സമയത്ത്, പക്ഷെ അപ്പോഴും ഏത് സമയത്താണ് മൊസാദിന്റെ സൂചി പോയിന്റ് തലയെ തുളയ്ക്കുന്നത് എന്നറിയില്ലായിരുന്നു. സമാധാനമില്ലാതെ ജീവിക്കുന്നു. ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഈ വഖഫ് ബോർഡും പേഴ്സണൽ ലോ ബോർഡും തുടങ്ങിയ വ്യത്യസ്തമായ ബോർഡുകൾ രൂപീകരിച്ചിട്ട് സാധാരണക്കാരന്റെ പണം ഇങ്ങനെ കൊള്ളയടിക്കാം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം സംഭവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി.